നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഫിഫയിലും AIFFലും പരാതി കൊടുത്തിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. സംഭവവികാസങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും പിടികിട്ടിയിട്ടുള്ളതാവും. നേരത്തെ തന്നെ അവർ ഇതിൽ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരുന്നതാണ്. ഡ്യൂസൻ ലഗാത്തോർ അവർക്കെതിരെ കളിച്ചല്ലോ. ജനുവരി 18 നടന്ന മത്സരത്തെക്കുറിച്ചാണ് ഇപ്പോൾ പ്രശ്നം. അന്ന് ഹംഗേറിയൻ ഫുട്ബോൾ ക്ലബ്ബിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡ്യൂസൻ ലഗാത്തോർ ട്രാൻസ്ഫറായിട്ട് വന്നു. അദ്ദേഹം ആ മത്സരത്തിൽ കളിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് ഹംഗറിയിൽ ഒരു റെഡ് കാർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ സസ്പെൻഷൻ അത് അദ്ദേഹം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിവിടെ സെർവ് ചെയ്യണമായിരുന്നു. പക്ഷേ ഹംഗേറിയൻ FAയിൽ നിന്ന് അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ AIFFന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ലഭിച്ച മുറക്ക് പിന്നീട് അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു സസ്പെൻഷൻ കാരണം പുറത്തിരിക്കേണ്ടിയും വന്നു. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള കളിയിൽ തന്നെ അത് പുറത്തിരിക്കണമായിരുന്നു. കൃത്യമായി രജിസ്റ്റർ ചെയ്യാത്ത ഇന്നെലിജിബിളായിട്ടുള്ള താരത്തെയാണ് ഞങ്ങൾക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിപ്പിച്ചത്. അതുകൊണ്ട് മത്സരം ഞങ്ങൾ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കണം. അങ്ങനെ സംഭവിച്ചാൽ ഇത് ഇന്നെലിജിബിൾ ആണ് എന്ന് കണ്ടെത്തിയാൽ പിന്നെ 3-0 നോർത്ത് ഈസ്റ്റ് ജയിച്ചു എന്ന് പ്രഖ്യാപിക്കണം. അതാണ് അവരുടെ വാദം വരുന്നത്. വിശദമായിട്ട് എന്താണ് അവർ ഫിഫക്ക് കൊടുത്ത പരാതിയെന്നും എന്തൊക്കെയാണ് അതിലെ വാദമുഖങ്ങളെന്നും ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പം ഈ കാര്യം ടൈംസ് ഓഫ് ഇന്ത്യ വ്യക്തമായിട്ട് വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഫിഫക്ക് കൊടുത്തിട്ടുള്ള അവരുടെ പെറ്റീഷനിൽ അവർ പറയുന്ന വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. ഫിഫയുടെയും AIFFൻ്റെയും ഡിസിപ്ലിനറി കോഡ് അനുസരിച്ച് ഡ്യൂസൻ ലഗാത്തോർ വാലിഡ്ലി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ലീഗലല്ല, ഇന്നെലിജിബിൾ ആണ്. ജനുവരി 18 നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്നെലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം ഫോർഫീറ്റ് ചെയ്യണം. എന്നിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കണം. ഫിഫയുടെയും AIFFൻ്റെയും ഡിസിപ്ലിനറി കോഡ് അനുസരിച്ച് അങ്ങനെ ചെയ്യണം എന്നാണ് അവരുടെ പരാതിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. 2 സെപ്പറേറ്റ് പെറ്റീഷൻസ് അവർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് മുന്നിലേക്കും വെച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പറയുന്നതനുസരിച്ച് ലഗാത്തോറിനൊരു പെൻഡിങ് സസ്പെൻഷനുണ്ട് അദ്ദേഹം ഹംഗേറിയൻ ക്ലബ്ബിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ഘട്ടത്തിൽ. അപ്പം ഇൻ്റർനാഷണൽ ഒരു താരത്തിൻ്റെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് പ്ലെയർ കൃത്യമായിട്ട് ITC പ്രകാരം, അതായത് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പ്രകാരമോ അല്ലെങ്കിൽ CRC സെൻട്രലൈസ്ഡ് രജിസ്ട്രേഷൻ സിസ്റ്റം പ്രകാരമോ ട്രാൻസ്ഫർ നടത്തുമ്പോഴാണ്. അപ്പോൾ ആ രജിസ്ട്രേഷൻ വാലിഡ് ആവണമെങ്കിൽ എല്ലാ ആസ്പെക്ട്സും കംപ്ലീറ്റ് ആവണം. അതിന് പ്ലെയർ അവിടെ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. ITC ഷുഡ് കണ്ടെയ്ൻ നോട്ടിഫിക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു ദി പെൻഡിങ് ഡിസിപ്ലിനറി ആക്ഷൻ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പരാതി പറയുന്നതാണ്. അപ്പോൾ ITCയിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സസ്പെൻഷൻ ഉണ്ടെങ്കിൽ, പെൻഡിങ് സസ്പെൻഷൻ ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഹംഗേറിയൻ ക്ലബ്ബ് അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചിട്ടുള്ള ITCയിൽ, ഹംഗേറിയൻ ഫെഡറേഷൻ അയച്ച ITCയിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ITC ആണ്. അത് വെച്ച് താരത്തെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു രജിസ്ട്രേഷനാണ് എന്നാണ് അവരിപ്പോൾ കൃത്യമായിട്ട് വാദിക്കുന്നത്. അപ്പം ഇവിടെ AIFFൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് ITC കിട്ടുന്നത് ജനുവരി 16 അതിൽ പ്ലെയർക്ക് ഒരു സ്പോർട്ടിംഗ് സാങ്ഷനും ഉള്ളതായിട്ട് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി 20 ഒരു എൻക്വയറി അങ്ങോട്ട് നടത്തുന്നു AIFFലേക്ക്. അതായത് ഒരു പൊട്ടൻഷ്യൽ 1 മാച്ച് സസ്പെൻഷൻ്റെ സാധ്യതയുണ്ടോ, ഒരു പെൻഡിങ് സസ്പെൻഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഫെഡറേഷൻ ഹംഗേറിയൻ അസോസിയേഷനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു. ആ സമയത്താണ് അവരിങ്ങനെ ഒരു പെൻഡിങ് സസ്പെൻഷൻ ഉണ്ട് എന്ന് AIFFനെ അറിയിക്കുന്നത്. അപ്പോൾ AIFF ഈ വിഷയം ഫിഫയുടെ ഡിസിപ്ലിനറി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ഫിഫ ആ ഘട്ടത്തിൽ അഡ്വൈസ് ചെയ്തത് ആ 1 മാച്ച് സസ്പെൻഷൻ അടുത്ത മത്സരത്തിൽ കൊടുക്കാനുമാണ്. അതനുസരിച്ചാണ് AIFF പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ ഫോർമർ അസോസിയേഷനിൽ നിന്ന് കിട്ടാതെ, ഫിഫയുടെ കൺഫർമേഷൻ ഡിസിപ്ലിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടാതെ AIFFനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും താരത്തിനുമേൽ സസ്പെൻഷൻ ഏർപ്പെടുത്തുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പം ITC അനുസരിച്ച് അതിൽ ഈ താരത്തിന് പെൻഡിങ് സസ്പെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് AIFFൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ അനിൽകുമാർ P ഈ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് പക്ഷേ അതിന് എതിർവാദമുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പറയുന്നത് അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ലഗാത്തോറിൻ്റെ രജിസ്ട്രേഷൻ അത് ഇൻകംപ്ലീറ്റും ഇംപ്രോപ്പറുമായിട്ടുള്ള ITC വെച്ചിട്ടാണ്. പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് ഒരു താരത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ. അല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ വാലിഡായിട്ട് പരിഗണിക്കില്ല.
അങ്ങനെയാകുമ്പോൾ പ്ലെയർ ജനുവരി 18 മത്സരം കളിക്കാൻ ഇന്നെലിജിബിൾ ആണ്. ഇതാണ് ഇപ്പം അവരുടെ വാദം. ഏതായാലും ഈ വിഷയത്തിൽ എന്ത് തീരുമാനമായിരിക്കും വരിക ഫിഫയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആഗ്രഹിക്കുന്നത് പോലെ അത് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റതായിട്ട് അല്ലെങ്കിൽ മാച്ച് ഫോർഫീറ്റ് ചെയ്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ വിജയിപ്പിച്ചതായിട്ടുള്ളൊരു പ്രഖ്യാപനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ISLൻ്റെ ആ ഒരു പോയിൻ്റ് പട്ടികയിലൊക്കെ മാറ്റം വരും. അതിലെ സ്ഥാനങ്ങൾ മാറ്റം വരും. ഇപ്പോൾ 38 പോയിൻ്റുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് 41 പോയിൻ്റ് ആവുകയും ചെയ്യും. അവർ ബംഗളൂരു FCയെ മറികടന്ന് 3-ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.